ഹലോ, ഗീതാ ഗോവിന്ദം പ്രൊമോ എത്തിയിരിക്കട്ടെ. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയില് നമ്മുടെ ഭദ്രനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. ഭദ്രനെ പറ്റി പറയുകയല്ല, നമ്മുടെ വിനോദിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അവര് DNA ടെസ്റ്റ് നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ വിനോദിന് അവര് പിന്നീട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവരെ കിട്ടുന്നില്ല എന്ന് എനിക്ക് പേടിയാവുന്നുണ്ട് ഗോവിന്ദേട്ടാന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോവിന്ദിനോട് എന്താ പറയാ ഷെയർ ചെയ്യുന്ന ഒരു രംഗങ്ങളാട്ടോ. അപ്പൊ നമ്മുടെ ഗോവിന്ദിനും ചെറുതായിട്ടൊക്കെ പേടിയായി, നമ്മുടെ ഭദ്രൻ ഇനി ജീവനോടെ ഇല്ലേ എന്നുള്ളൊരു സംശയം ഭയങ്കരമായിട്ട് നമ്മുടെ വിനോദിന്റെ ഉള്ളിലും നമ്മുടെ ഗോവിന്ദിന്റെ ഉള്ളിലും ഇങ്ങനെ ഉടലെടുക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത്. പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്ന ഒരു രംഗങ്ങളാട്ടോ. നമ്മുടെ രഞ്ജുവും രേഖയും നമ്മുടെ ഗീതവും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ രഞ്ജു പറയുന്നുണ്ട്, അമ്മയോട് ദേഷ്യം വന്നത് ഗോവിന്ദേട്ടൻ അമ്മയോടുള്ള ഒരു സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമാണ്. അത് നമ്മളായ പോലും പെട്ടെന്നൊരു ദിവസം അമ്മ ഒരു വാക്കും മിണ്ടാതെ ഇങ്ങനെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോകുമ്പോൾ നമ്മളായ പോലും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ 25 വർഷത്തോളം കാലം മാധ്യമങ്ങൾ വഴി സ്വന്തം അമ്മയെ പറ്റി അറിയുന്ന ഒരു മകൻ, ആ മകന്റെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമ്മുടെ രഞ്ജു നമ്മുടെ ഗോവിന്ദിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കുറച്ച് നിമിഷങ്ങൾ തന്നെയായിരുന്നു കേട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിച്ചത്. അതൊക്കെ കേൾക്കുമ്പോൾ ശരിയാണ്, നമ്മുടെ ഗോവിന്ദന് ഇങ്ങനെ പെരുമാറാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഗോവിന്ദ് അമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കര അരിശം തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ഈ ഒരു വാക്കുകൾ ഇങ്ങനെ ഓർക്കുമ്പോൾ ശരിയാണ്, നമ്മുടെ ഗോവിന്ദന് ആ ഒരു അമ്മയോടുള്ള ഒരു സ്നേഹം കൂടുതൽ കൊണ്ടാണ് ഇത്രയും ദേഷ്യം എന്നുള്ളൊരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, ഇനി നമ്മുടെ ഗോവിന്ദും നമ്മുടെ അമ്മയും എന്താ പറയാ അടുക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും കൂട്ടുകാരൻ നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൽ വരാൻ പോകുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ഭദ്രന്റെ കൊലപാതകം ആ ഒരു കേസ് അതെങ്ങനെയായി തീർന്നു, നമ്മുടെ ഭദ്രൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ, അതും നമുക്ക് അടുത്ത് തന്നെ അറിയാൻ സാധിക്കോട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.